ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. സാധാരണയായി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. വയനാട്ടിൽ ഓൾമോസ്റ്റ് 250 പീപ്പിൾ മരിച്ചു കഴിഞ്ഞു. ഒരുപാട് ആൾക്കാരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് വേണ്ടി ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കേരള സർക്കാരിനെ കുറ്റം പറയുന്നു, കേരളം വന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയുന്നു. ഇപ്പം നമുക്ക് കുറ്റം പറയേണ്ട ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം നമ്മുടെ സർക്കാർ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അടുത്ത് ആർമിനെയും എയർഫോഴ്സിനെയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തമിഴ്നാട് നമുക്ക് വേണ്ടി 5 crore തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് ആളുകളെയും നമുക്ക് വേണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ കുറ്റം പറഞ്ഞിരിക്കാതെ മാക്സിമം അവിടെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ചിലവഴിക്കേണ്ടത്. അപ്പോൾ രാത്രി ഒരു 1 മണി 2 മണി സമയത്താണല്ലോ ഈ ഒരു ദുരന്തം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്നാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചൂരനാടാണെങ്കിലും മുണ്ടക്കയം ആണെങ്കിലും വലിയൊരു സിറ്റി ഒന്നും അല്ല. കുഞ്ഞു കുഞ്ഞു ആളുകളൊക്കെ താമസിക്കുന്ന, കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന, ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർ ജീവിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെയുള്ള ഹോസ്പിറ്റലും ഒരു സ്കൂളൊക്കെ ഉള്ള ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആ ഗ്രാമം ഇല്ലാതാവുന്നത്. പിന്നെ അതുപോലെ തന്നെ പാലം തകർന്നത് കൊണ്ട് ഇവിടെ നടക്കുന്ന റെസ്ക്യൂ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. 35 കിലോമീറ്റേഴ്സ് അകലെ നിന്നൊക്കെ ബോഡി ലഭിക്കുക എന്ന് പറയുമ്പോഴത്തേനും എത്രമാത്രം വലിയൊരു ദുരന്തമാണ് നടന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇപ്പോഴും റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് അലർട്ട് തന്നെയാണ് ആ ഒരു പ്രദേശം ഇപ്പോഴും ഉള്ളത്. അവിടെ 48 hours 578 millimeters റെയിൻഫോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പം ഒരു സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവണമെങ്കിൽ 600 millimeters എങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു 500 millimeter എബോവ് വരുമ്പോഴത്തേക്കും തന്നെ ഇവരെല്ലാവരും ഇത് ആളുകളെ അറിയിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവരത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ജീവൻ നമുക്കിത് തിരിച്ചു കിട്ടുമായിരുന്നു. ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് വളരെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ദുരന്തം നടക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മുടെ ഹ്യൂം സെന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസ് ഇങ്ങനെയാണ് പറയുന്നത്: വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് 16 മണിക്കൂർ മുൻപ് തന്നെ പരിസ്ഥിതി പഠന കേന്ദ്രമായ ഹ്യൂം സെന്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. 200ഓളം സ്ഥലങ്ങളിൽ മഴ അളക്കാനുള്ള സംവിധാനമുള്ള സ്ഥാപനമായിരുന്നു ഈ ഒരു ഹ്യൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനം. സോ തിങ്കളാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു സ്ഥാപനം ജില്ലാ ഭരണകൂടത്തിന് ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവിടെയുള്ള അധികാരികൾ ആരും ഇതിനെതിരെ എന്തുകൊണ്ടാണ് അവരൊരു ആക്ഷൻ എടുക്കാത്തതെന്ന് അറിയുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം എന്തായാലും നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നിൽ ഇവർ 2020 ഇതുപോലൊരു മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അവർ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ന് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടും യാതൊരു തരത്തിലുള്ള ആക്ഷനും എടുക്കാതിരുന്നതെന്നുള്ളത് നമുക്കറിയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് ഒരുപാട് ആൾക്കാർ വെറുതെ സെൽഫി എടുക്കാനും മറ്റുമായിട്ടൊക്കെ പോകുന്നു എന്നൊക്കെ ന്യൂസിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പോകാതിരിക്കുക. അവിടെ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യുന്നതിനായിട്ടുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യേണ്ടതായതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ചെയ്യാൻ പറ്റുന്ന ആളുകൾ അതൊക്കെ അവർക്ക് വേണ്ടി നൽകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും അവിടെ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു എമർജൻസി കിറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. ആ ഒരു കിറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളം, ഒരു ടോർച്ച്, കത്തി, നമ്മുടെ ഫുൾ ചാർജ് ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അത്, കുറച്ച് പണം, ഇതൊക്കെ കരുതി വെക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.